ഞാൻ വാങ്ങിച്ചു കൊടുത്ത വേഷമൊക്കെ ഇട്ട് അവള് വന്നപ്പോ സീനി നീ ആ പെണ്ണി ഒന്ന് കാണണമായിരുന്നു. എന്തൊരു സുന്ദരിയാന്നോ. അപ്പൊ നീ അവളെ പ്രേമിക്കാൻ പോവാണാ? എന്തോ എനിക്ക് ആ പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്നൊരു തോന്നൽ. അച്ഛനെ അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഓവനെക്കൊട്ട നീ ഇതെന്ത് ഭ്രാന്തായി പറയുന്നത്? എവിടെന്നോ കയറി വന്നൊരു പെണ്ണ്, അതും ആൺവേഷത്തില്, തലയും വാലും ഇല്ലാത്തൊരു സാധനം. അവളെ നിന്നെ പോലെ ഇങ്ങനെ കുറെ എണ്ണത്തിനെ മണ്ടന്മാരാക്കി ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അവളെയാണോ കെട്ടാൻ പോകുന്നത്? ഉള്ള സമയത്തിന് കിട്ടിയ ഭാഗ്യം ആസ്വദിക്കാൻ നോക്ക് ചുമ്മാ. റഹ്മാൻ സാർ, ഈ കാറെന്താ എങ്ങനെയാണ് അമർന്നത്? സാർ, അതായത് ഒരു കാക്കയെ പിടിച്ച് കൂട്ടിലിട്ട ആ നാട്ടിലുള്ള മുഴുവൻ കാക്കയും വന്ന് കൂടും. അതിന് ഏത് കാക്ക ആരെ പിടിച്ച് കൂട്ടിലിട്ടു? സാർ, അകത്ത് ഇവിടെ ഒരു കാക്കയെ പിടിച്ച് കൂട്ടിലിട്ടുകൊണ്ടാണ് പുറത്താ കാർ വന്ന് നിൽക്കുന്നത്. ജഗന്നാഥ വർമ്മക്ക് വേണ്ടപ്പെട്ട ആളാണ് ഉലഹന്നാൻ. സാറിനെ കൂട്ടിച്ചെല്ലാൻ വേണ്ടി കാർ അയച്ചതാ. അതിന് ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? അയാൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. വലിയ വലിയ ആൾക്കാരല്ലേ സാറേ, നമ്മളെ പോലുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകാനും കൊണ്ടുവന്നാക്കാനാണ് കാർ തന്നെ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. സാർ അവിടം വരെ പോകുന്നത് നല്ലതാ. സാർ തന്നെ പറയാറില്ലേ, ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണമെന്ന്. ചോദിച്ചാൽ തടയുന്ന കേസാ. ഈ കെട്ടിടത്തിന് എന്ത് പഴക്കം കാണുമായിരിക്കും? ഇതൊരു 100 വർഷം പഴക്കമുള്ള ബംഗ്ലാവാ. ആ ശരി. ഇതൊക്കെ നല്ല തേക്കാണ്, ഫസ്റ്റ് ക്ലാസ് തേക്കാണ്. ഓർമ്മയുണ്ടോ? എനിക്കൊരു 1000 രൂപ തരാനുണ്ട്. ഓ, അതിനാണോ സാറേ ഈ കാർ കൊടുത്തയച്ചത്? അല്ല, അത് മുതലാക്കാനാ. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ജോൺ ഉലഹന്നാനെ ലോക്കപ്പിൽ നിന്ന് വിടണം. അവൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. മറ്റൊരുത്തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി 6 മാസം ഒളിവിൽ താമസിപ്പിച്ചു അവന്റെ പേരിലുള്ള കേസ്. അത് കാര്യമാക്കണ്ട, അവനെ വിട്ടേക്കണം. വിട്ടേക്കാം. എനിക്കെന്ത് തരും? യൂണിഫോം ഇട്ടുകൊണ്ട് ഇങ്ങനെ പരസ്യമായിട്ട് കൈക്കൂലി വാങ്ങിക്കാന്ന് വെച്ചാ? സാറേ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡാ. പറയുമ്പോ ഇൻസ്പെക്ടറാ. ബുദ്ധിമുട്ടാണ് സാർ. സാറ് പറയുന്നത് എന്റെ ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിയെ ഞാൻ വെറുതെ വിടണമെന്നാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്കും പുരുഷനും രഹസ്യമായിട്ടൊന്ന് കൂടണമെന്നുണ്ടെങ്കിൽ എത്ര ചെലവാ? അതെ, 1 ഗ്ലാസ് വെള്ളം കൊണ്ടുണ്ടേ. സാറിന് പിന്നെ ഇവിടെ തന്നെ ഈ സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുകയില്ല. സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരുമാതിരി കൊള്ളാവുന്ന മുറിക്ക് 250 രൂപ വേണേ. പിന്നെ ആ പെണ്ണിന്റെ വരവേ പോക്ക് ഇനി 250 രൂപ. അങ്ങനെ മൊത്തം 500 രൂപ. ഞാൻ ഇവന്റെ കാര്യത്തിൽ എല്ലാ ദിവസവും കണക്കെടുക്കുന്നില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം. അപ്പൊ മാസത്തിൽ 4, 6 മാസം ആകുമ്പോ 24, 500 24, 12000 രൂപയാണ് അവൻ എന്റെ യൂണിഫോമിന്റെ പച്ച മുതലായി കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു 5000 രൂപ എന്താ കുഴപ്പമുള്ളത്? 1 മിനിറ്റ്. സാർ, വെള്ളം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഇത്. അതിനേക്കാ നല്ലതാ. യൂണിഫോം ഇട്ട കഴുതേ നമുക്ക് പലതിനും പ്രയോജനപ്പെടുത്താം. നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. പോലീസുകാരനായാലും ഇങ്ങനെ വേണം, എല്ലാം തുറന്നു പറയണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ, ഞാൻ സ്റ്റേറ്റ് ഫോർവേഡാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സാർ, എന്റെ വീട് പണിഞ്ഞവന്മാരെ പറ്റിച്ചു സാർ. ഇപ്പൊ മഴ പെയ്യുമ്പോ സർവത്ര ചോർച്ചയാ. എനിക്കതൊരു എക്സ്റ്റൻഷൻ പണിയണം. അതിന് എത്ര രൂപ വേണ്ടി വരും? അതിപ്പോ എത്ര രൂപ വേണമെന്ന് ചോദിച്ചാല് സാർ, ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ തട്ടിക്കൂട്ടും. 50,000 രൂപ ഞാൻ തരാം. നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്തും ചെയ്യും. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഫിറ്റാണെന്ന് വിഷമിക്കണ്ട. ഇവിടെ എനിക്കറിയാം. എന്ത് വേണേ പറഞ്ഞോ. ഈ വീട്ടിൽ നിന്ന് ഒളിവിൽ പോയ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരണം. അവളോട് പോയി? അത് കണ്ടുപിടിക്കാനാ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആ പറഞ്ഞത് കറക്റ്റ്. അതിനുവേണ്ടി നിങ്ങൾ യൂണിഫോം ഉപയോഗിക്കണം, ബുദ്ധിപരമായിട്ട്. അതെനിക്ക് മനസ്സിലായില്ല. ഒരു ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കുള്ള എല്ലാ അധികാരവും ഉപയോഗപ്പെടുത്തി നിങ്ങൾ അവളെ കണ്ടുപിടിക്കണം. കേസ് ഫയൽ ചെയ്യാനോ റെക്കോർഡാക്കാനോ പാടില്ല. ഞങ്ങളിപ്പോ നിങ്ങളോട് രഹസ്യമായി ഇടപെടുന്ന പോലെ നിങ്ങൾ അവളെ രഹസ്യമായി ഞാൻ കേൾപ്പിച്ചു തരണം. മിസ്റ്റർ ജഗന്നാഥൻ, എനിക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്ന് കാണണം. അതെല്ലാം കാണിച്ചു തരാം. വാ, നിക്ക്, കഴിക്കട്ടെ. കഴിക്കുന്ന കാണുന്നില്ലേ?
പ്രത്യേക സ്വഭാവക്കാരിയാ. പക്ഷെ ഞാൻ സോഫ്റ്റാ. ദേ, ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ പിടിക്കും. എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്കെന്താ പ്രശ്നം? ഞാനും ഇങ്ങനെ കയ്യെ പിടിക്കും. നിങ്ങൾ രണ്ടുപേരില്ലേ ആരെയാ ജഗന്നാഥന് കൂടുതൽ ഇഷ്ടം? അത് പിന്നെ ചോദിക്കാനുണ്ടോ? എന്നെ തന്നെ. പിന്നെ സ്വയം അങ്ങ് പറഞ്ഞാ മതിയല്ലോ. ആരോ ഫോട്ടോ എടുത്തു? ഇവിടെ വരുന്ന നിങ്ങളെ പോലുള്ള VIPസിന്റെ ഫോട്ടോ എടുക്കാറുണ്ട്. അതിനായിട്ടൊരു ആൽബം ഉണ്ട്. അയ്യോ അതെ, ശരിയായിട്ടില്ല. ഞാൻ കണ്ണടച്ചോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ചിരിച്ചിട്ട് സന്തോഷായിട്ട്. റെഡി? താങ്ക് യു. പിന്നെ ഇതിന്റെ ഒരു പ്രിന്റ് എനിക്കൂടെ തരണം. എന്റെ ഉണ്ട് ഒരു ആൽബം. സമയങ്ങളെ ആൽബം കാണിച്ചു കൊടുക്കും. ആൽബം നോക്കിയേ. ആൽബം നോക്കാം. എടോ ചെറിയാനെ, എന്തോ? മലയാളത്തിൽ ഒരു പഴമൊഴിയുണ്ട്. എന്നതാ? എല്ലാവരെയും കുറച്ചു കാലത്തേക്കും കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും അല്ലാതെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റിയല്ല. എടാ ചെറിയാനെ, എന്തോ? ഞാൻ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്തു. എന്നതാ? ഞാൻ ഇനി ഇവനെ രാമ എന്ന് വിളിക്കത്തില്ല. പിന്നെ എന്നാ വിളിക്കും? രമേന്ന് വിളിക്കും. RAMA രാമ, REMA രമ. ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. വളരെ ചെറിയ വ്യത്യാസം. വിളിക്കട്ടെ? വിളിക്കും. രമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രമേ. വിശാരടി, ഞാനാണ് പറഞ്ഞതെന്ന് പറയല്ലേ. അയ്യര് വെറുതെ ഇരി. ഇത്രയും ദിവസം ഒരു 3rd ക്ലാസ് ബ്രോക്കറെ പോലെ എന്നെ കൊണ്ട് വാതില് പൂട്ടിച്ച് അകത്തിരുന്ന് സൂചിച്ചിട്ട് രണ്ടിനെയും വറുത്തെടുക്കും ഞാൻ. ഇവനെന്തിനാ രാവിലെ ഇരുന്ന് മോങ്ങുന്നത്? അവനോ? ഏതവൻ? രാമൻ. എടാ ചെറിയാനെ, എന്തോ? നിനക്കൊരു കഷ്ണം കേക്ക് കിട്ടിയാ നീ എന്ത് ചെയ്യും? നമ്മൾ 3 പേരും കൂടെ കഴിയും. പിന്നെന്താ അവനൊരു കഷ്ണം കേക്ക് കിട്ടിയപ്പോ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്? കേക്കല്ല കോപ്പ്. തന്നെ മനസ്സിലിരിക്കുന്ന എന്താന്ന് വെച്ചാ പറ വിശാരടി. മനുഷ്യന് വേറെ ജോലിയുണ്ട്. നമ്മൾ 3 പേരും കൂടി ചേർന്നാണല്ലോ രാമൻ ഇവിടെ ജോലിക്ക് നിർത്തിയത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ അവനെ മുറി കിടത്തി കഷ്ടപ്പെടുന്നത്. ഇന്ന് മുതൽ നീ കഷ്ടപ്പെടണ്ട. അവൻ ഞങ്ങളുടെ 2 പേരെ നടുക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. അല്ല, അവൻ എന്റെ മുറി കിടക്കുന്നോണ്ട് എനിക്ക് യാതൊരു വിഷമമില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാ ഇന്ന് മുതൽ അവനെ പിടിച്ച് നിങ്ങളുടെ കൂടെ കിടത്തിക്കോ. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? പക്ഷെ ഒരു കാര്യം, അവനൂടെ സമ്മതമാണെന്ന് ചോദിക്കണം. എന്തായാലേ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആ, അത് പിന്നെ നമുക്ക് ചോദിക്കാം, ഒരു ഇത് വാ. അല്ല പോയോ. അയ്യോ പെണ്ണ്. അതെ പെണ്ണ്. നീ ഇപ്പോഴാണോ അറിയുന്നത്? അതെ, ഇത്രയും ദിവസം എന്റെ മുറി കിടന്നിട്ട് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊരു മണ്ടനാ. ഓമനക്കുട്ട തമാശകളാ. കാര്യം പറ. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഒരു പെണ്ണാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്റെ മുറി കിടത്തോ പിഷാരടി? നമുക്കൊരു അഭിമാനമില്ലേ? അല്ലെങ്കിൽ തന്നെ ഇവൻ പറയുന്ന നേരാണോ? ഇവൻ നിന്നെ പെണ്ണായിട്ട് ആദ്യം കാണുകയാണോ? അത് ഞാൻ പറയില്ല. നിങ്ങളിൽ ആര് പറയുന്നതാ ഞങ്ങൾ മണ്ടന്മാര് വിശ്വസിക്കേണ്ടത്? അത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മുറി നടന്ന കാര്യം പുറത്ത് പറയരുതെന്ന്. അയ്യോ, പറഞ്ഞിട്ടുണ്ടോടാ? പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. ചേട്ടൻ പറഞ്ഞാ നീ പറയോ? പറയും. ചേട്ടൻ പറ. എന്തോ പറയാനാ? പറയണ്ട കാര്യം.
എന്നാ പറ. പിശാടി ചേട്ടൻ നേരത്തെ ഞങ്ങളുടെ മുറി പൂട്ടത്തില്ലേ? രാത്രി മുഴുവൻ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. എന്തുവാ ഈ സംസാരിക്കുന്നേ? ഇറാഖിലെ പ്രശ്നമോ? ചേട്ടൻ ഒരുപാട് തമാശ പറയും, കഥകൾ പറഞ്ഞു തരും. ചേട്ടൻ വരുമ്പോ മുല്ലപ്പൂ കൊണ്ടുവരും, തലയിൽ ചൂടിത്തരും, പൊട്ടുകുത്തും. ചേട്ടൻ നന്നായി മൃദംഗം വായിക്കറിയോ? പൂവും പൊട്ടുമൊക്കെ പോട്ടെ, ഇവൻ നിന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം മാത്രം എന്നെ കെട്ടിപ്പിടിച്ചു. മുല്ലപ്പൂ വെച്ചെന്നപ്പല്ലേ? കള്ളം. നിങ്ങൾക്കിത് കേട്ടു നിൽക്കാൻ ഭ്രാന്തുണ്ടോ? ഇതിന് തലയ്ക്ക് സ്ഥലമില്ല. തലയ്ക്ക് സ്ഥിരമില്ലാത്തതേ ആ കുട്ടിക്കല്ല, നിങ്ങൾക്കാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കേട്ടാണ് ആ കുട്ടിയെ മുന്നിലിരുത്തി നിങ്ങൾ മൃദംഗം വായിക്കുന്നത്. അയ്യര് പോകത്ത്. ഞാൻ വെറും കൊച്ചാണെന്നൊന്നുമല്ല, നിങ്ങൾ പുറമെ ഇറങ്ങിപ്പോവാൻ. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ വെച്ചൊരു പെണ്ണിനെ വിഷമിപ്പിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ വീടാണെങ്കിൽ വാടായിരുന്നു ഞങ്ങൾ. എന്ത് വാടക? വാടകയുടെ കാര്യമൊന്നും പറയണ്ട. കുറെ കാലമേ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. വേണ്ട, നിങ്ങൾ നല്ല സ്നേഹത്തിൽ കഴിയണം. ഞാൻ കാരണം നിങ്ങൾ വഴക്കിടണ്ട, ഞാൻ പൊയ്ക്കോളാം. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആരെയും മനഃപൂർവ്വം പറ്റിക്കാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഗതികേട് കൊണ്ട് ചേട്ടനെ എനിക്കിഷ്ടമാണ്. ചേട്ടനെ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. മരിക്കുവോളോ? കുട്ടി അവിടെ നിൽക്കൂ. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഒരു കന്യകയുടെ ശാപം ഉണ്ടാക്കി വെക്കരുത്. കന്യകയാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് അവിടെ പേരറിയാവോ, നാടറിയാവോ? അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അവൾ കരയും. അത് തന്നെ കള്ള ലക്ഷണമാണ്. നീ അവൾക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തോ? പൊട്ടുകുത്തിയോ? ഒരു പ്രാവശ്യമെങ്കിലും അവളുടെ ശരീരത്തിൽ തൊട്ടാൻ നിന്നെ അവൾ അനുവദിച്ചോ? തൊട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ടിട്ടൊന്നുമില്ല. ഇങ്ങനെ പിടിച്ചു, അപ്പോഴേക്കും കരഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ നീ അവൾക്ക് ആശ കൊടുത്തിരിക്കുക. ഓമനക്കുട്ടാ, ഞാനാ പറയുന്നത്. ഒരു കന്യകയുടെ ശാപം ഉണ്ടായാൽ നീ നിന്റെ തലമുറയിൽ നശിച്ചു പോവും.